ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫിനിസ് ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും ഫിനിസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. സംഭവം സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ബോംബ് സോഡയുടെ റെസിപ്പിയാണ്. നമ്മുടെ ഫുൾ ജാർ സോഡയ്ക്കൊക്കെ ശേഷം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബോംബ് സോഡ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ സോഡ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പച്ചമാങ്ങയുടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു 4 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറുനാരങ്ങ, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പുതിനയിലയാണ്, പിന്നെ കുറച്ച് ഉപ്പും. ഇതെല്ലാം നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണം മതിയാവും. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നിങ്ങൾക്ക് പച്ചമുളകിന് പകരം വീട്ടിൽ കാന്താരി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എരിവിന് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കഷ്ണം ബീട്രൂട്ട് ഞാനിതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് നേരത്തെ വെച്ച ആ കൂട്ടിൻ്റെ മുകളിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഉള്ളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ബീട്രൂട്ട് ഇതിൻ്റെ ഉള്ളിലായിരിക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഈ സോഡ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പതഞ്ഞ് പുറത്ത് പോകണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3/4 ഗ്ലാസ്സൊക്കെ ഒഴിച്ചാൽ മതിയാവും. ഞാനിതിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ബോംബ് നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ബോംബൊക്കെ ഒന്ന് പൊട്ടി നല്ലൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. സോഡയുടെ കളർ തന്നെ അങ്ങ് മാറിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ബോംബ് സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ചൂട് കാലാവസ്ഥയിലൊക്കെ നമുക്ക് പറ്റിയ ഒരു ഡ്രിങ്ക് കൂടിയാണ്. എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.